ഉൽപ്പത്തി പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുക. 3-ാമത്തെ വാക്യത്തിന്റെ അവസാനത്ത് നമ്മൾ ചിന്തിച്ച കാര്യം ഇങ്ങനായിരുന്നു. ദൈവം ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ദൈവം ഏഴാമത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് നമ്മളൊരു കാര്യം ചിന്തിക്കുകയുണ്ടായി. 6 ദിവസം കഴിഞ്ഞു, എന്നാൽ 6-ാമത്തെ ദിവസത്തിന്റെ പകൽ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. 6-ാമത്തെ ദിവസത്തിന്റെ പകൽ വേളയിലാണ് നാം എല്ലാവരും ഈ പ്രപഞ്ചം, ഈ ലോകം നാം എല്ലാവരും ആയിരിക്കുന്നത്. എന്നാൽ വളരെ വേഗം ആ പകൽ അസ്തമിച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് സങ്കല്പത്തിൽ കൂടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം. ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. സന്ധ്യ ഉഷസ്സും 6-ാം ദിവസം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഒരു 7-ാമത്തെ ദിവസത്തിന് വേണ്ടി ഈ ലോകവും ഈ സൃഷ്ടികളും ദൈവത്തിന്റെ മക്കളാകുന്ന നാമും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും എല്ലാവരും ആ 7-ാം ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ 7-ാം ദിവസം എന്ന് പറയുന്നത് നമുക്ക് ദൈവജനത്തിൽ ഒന്നുകൂടെ ആഴമായി ചിന്തിച്ചാൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് കർത്താവ് യേശുക്രിസ്തുവും വിശുദ്ധന്മാരും കൂടി ഈ ഭൂമിയിൽ വാഴുന്ന 1000 ആണ്ട് വാഴ്ചയാണ് 7-ാമത്തെ ദിവസം പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുവേണ്ടി സകല സൃഷ്ടികളും ഒരുപോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് റോമാലേഖനത്തിന്റെ 28-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8-28 നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവം ആ 7-ാമത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു. നമ്മുടെ ദൃഷ്ടിയിൽ 7-ാമത്തെ ദിവസം ഇതുവരെ സംജാതമായിട്ടില്ല, വന്നിട്ടില്ല. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് നാളെയും ഇന്നലെയും ഇല്ലാത്തതുകൊണ്ട്, ദൈവത്തിനെല്ലാം ഇന്ന് ആയതുകൊണ്ട് ദൈവം ആ ദിവസവും ദൈവത്തിന് മുൻപിൽ കണ്ടിരിക്കുന്നു. ആ ദിവസം ദൈവത്തിന് മുൻപാകെ ഉണ്ട്. മനുഷ്യന്റെ കാഴ്ച പോലെ അല്ലല്ലോ ദൈവത്തിന്റെ കാഴ്ച. ദൈവത്തിനെല്ലാം ഇന്ന് എന്ന് ആണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതലാണ്. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാനത് വായിക്കുന്നു. യഹോവയായ ദൈവം ഭൂമിയും ആകാശം സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല. ഒരു ഭൂമിയിലെ ചെടികള്, വൃക്ഷങ്ങള്, സസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഭൂമി എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നു. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, ഭൂമിയിൽ വേല ചെയ്യാൻ മനുഷ്യരും ഉണ്ടായിരുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. ഈ ഭൂമിയിൽ ഒരു മഴ പെയ്യണമെങ്കിൽ ദൈവം കൽപ്പിച്ചാലേ സംഭവിക്കുള്ളൂ. നാം വിചാരിക്കുന്നത് യാദൃശ്യമായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഏകോപനമായ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഭൂമിയിൽ മഴ പെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തെറ്റൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതിന്റെ മുമ്പിൽ ഉള്ള ഇച്ഛാശക്തി എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കും, ഭൂമിയിൽ ദൈവം മഴ പെയ്ച്ചിരുന്നില്ല. അപ്പൊ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചാലേ മഴ പെയ്യത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ചരിത്രത്തിൽ ഏലിയാവിന്റെ കാലത്ത് 3.5 വർഷം ആകാശം അടഞ്ഞുപോയി, മഴ പെയ്യാതെ. ഏലിയാവ് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ നാടുകളിൽ മഴ ഉണ്ടാകില്ല എന്ന് ഏലിയാ പ്രാർത്ഥിച്ചു. ദൈവ പ്രാർത്ഥന സീല് ചെയ്തു. ദൈവ പ്രാർത്ഥന അതുപോലെ അംഗീകരിച്ചു. 3.5 വർഷത്തേക്ക് ഇസ്രായേൽ മഴ പെയ്തില്ല. ഞാൻ പറഞ്ഞൊരു താല്പര്യം, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. അപ്പൊ യഹോവയായ ദൈവം, അത്യുന്നതനായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചാൽ മാത്രമേ ഭൂമിയിൽ മഴ പെയ്യത്തുള്ളൂ എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ അല്ല, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും, ദൈവമക്കളുടെ ജീവിതത്തിലും, ദൈവനിഷേധികളുടെ ജീവിതത്തിലും, എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ചെയ്തികളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യനും അനുഭവിക്കുന്നതും കടന്നു പോകുന്നതുമായ കാര്യങ്ങൾ. ഈ പ്രപഞ്ചവും അങ്ങനെ തന്നെ നിലനിൽക്കുന്നതും ഈ പ്രപഞ്ചം ഈ വിധത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെയും കാരണം ദൈവമാണ് ഇതെല്ലാം ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ലളിതമായി നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ കടൽക്കരയിലൊക്കെ പോയി നിൽക്കാറുണ്ടല്ലോ, എത്ര ആർത്തലച്ച് വരുന്ന കടലിന്റെ തിരകൾ പോലും ആ കടലിന്റെ മണത്തട്ടിൽ വന്ന് അടിച്ചു കഴിയുമ്പോൾ അത് മടങ്ങിപ്പോയി നമുക്ക് കാണാൻ കഴിയും. കാരണം അത്യുന്നതനായ ദൈവം കടലിന് കവിഞ്ഞുകൂടാത്ത ഒരു അതിര് മണൽ കൊണ്ട് ഇട്ട് നിശ്ചയിച്ചിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കടല് ദൈവത്തിന്റെ ഈ നിയമത്തെ അനുസരിക്കുന്നുണ്ട്. ആ മണലിലേക്ക് വന്ന് അതിന്റെ തിരകൾ അടിക്കുമ്പോൾ കടലിന് മനസ്സിലാവും എനിക്ക് ഇവിടം വരെ പോകാൻ കഴിയും, ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല എന്ന്. അത് ജീവനില്ലാത്ത നമ്മുടെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ നമുക്ക് ജീവനില്ലാത്ത ഒരു വെള്ളം പോലും ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്വരൂപത്തിന് സാക്ഷ്യം സൃഷ്ടിച്ച മനുഷ്യൻ മാത്രം പലപ്പോഴും ദൈവത്തെ അനുസരിക്കാൻ വിമുഖത കാണിക്കുന്ന വിസമ്മതിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുത്തില്ല. എന്നാൽ ഈ മഴ പെയ്യാതിരുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഭൂമി നനഞ്ഞിരുന്നത്? നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗം ഞാൻ വായിക്കുന്നു. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. ഇപ്പൊ മഴയില്ലാതിരുന്ന കാലത്ത് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് ഈ നിലമൊക്കെ നനച്ചിരുന്നത്. ഇനി അടുത്ത ഭാഗം വായിക്കുന്നത് 7-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലെ പൊടി കൊണ്ടാണ്. എന്നാൽ നമ്മൾ എബ്രായലേഖനം പഠിക്കുമ്പോൾ ദൂതന്മാരെ സൃഷ്ടിച്ചത് മനുഷ്യനേക്കാൾ അല്പം ഉന്നതമായ അവസ്ഥയിലായിരുന്നു. നമ്മൾ ലൂസിഫറിനെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിലൊക്കെ വായിക്കുന്നത്, ഈ വീണുപോയ ദൈവത്തിന്റെ ദൂതനായിരുന്ന ലൂസിഫർ നമ്മൾ പറയുന്ന പിശാചി ആയിപ്പോയ ദൈവദൂതൻ, ആ ദൈവത്തിന്റെ ദൂതനെ ദൈവം സൃഷ്ടിച്ചതിന് വളരെ ഉന്നതമായ, ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള, ഇന്ന് ഏറ്റവും അധികം വിലമതിക്കുന്ന വിലപിടിപ്പുള്ള ഉന്നതമായ രത്നങ്ങൾ കൊണ്ടും അങ്ങനത്തെ വളരെ ആകർഷകമായ ലോകത്തിലെ ഉന്നതമായ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടാണ് ദൈവം ദൂതനെ സൃഷ്ടിച്ചത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് നിലത്തെ പൊടി കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എബ്രായത്തിൽ വായിക്കുന്നു, അവൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവൻ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ദൂതന്മാരെക്കാൾ താഴ്ത്തിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, യേശു നമ്മൾ എബ്രായത്തിൽ വായിക്കുന്നത്, എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യേശു ക്രിസ്തുവിനെ ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനായിട്ടാണ് ലോകത്തിൽ യേശു വന്നത്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനായിട്ടാണ് വന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ താഴ്ത്തിയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ ദൈവപുത്രനുമായിരുന്നു, അപ്പോൾ തന്നെ മനുഷ്യപുത്രനുമായിരുന്നു. അപ്പൊ ഈ ലോകത്തിൽ വന്ന യേശു നമ്മളിൽ ഒരുവനെ പോലെ, കർത്താവ് യേശു ഈ ഭൂമിയിൽ വന്ന സമയത്ത് യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായിട്ടാണ്. അതിൻ്റെ ഏറ്റവും നല്ല നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് യേശു ക്രിസ്തു ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകണം, നീങ്ങിപ്പോകണം എന്നുള്ള യേശുവിന്റെ താല്പര്യം പിതാവിനോട് അറിയിക്കുന്ന സമയത്ത് പിതാവിന്റെ ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് യേശു ക്രിസ്തുവിനെ സഹായിക്കാൻ, അല്ലെ യേശു ക്രിസ്തുവിനെ ശക്തീകരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ അയക്കുന്നുണ്ട്. ഈ ദൂതൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ആ ഒരു സൃഷ്ടാവിനെ ഹെൽപ്പ് സഹായിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ആ സൃഷ്ടിതാവെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരു സൃഷ്ടാവിനെ സഹായിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വേദനാജനകമായ കാര്യമാണ്. ഇവിടെ കാണുന്നത് യേശുവിനെ സഹായിക്കാൻ വേണ്ടി, യേശുവിനെ ശക്തീകരിക്കാൻ വേണ്ടി ദൈവം ഒരു ദൂതനെ അയച്ചു. അപ്പൊ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളിൽ ഒരേ പോലെ യേശു ക്രിസ്തു വന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടി കൊണ്ടാണ് സൃഷ്ടിച്ചത്. ദൂതന്മാരെ ആരെയും സൃഷ്ടിച്ചത് നിലത്തെ പൊടി കൊണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനെ അടുത്ത വാക്യം വായിക്കുന്നു. അവന്റെ മൂക്കിൽ
ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ദേഹി എന്ന് പറയുന്നു, ആത്മാവ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് കാര്യം. മൂക്കിൽ ജീവശ്വാസം ഊതി, ദൈവത്തിന്റെ ജീവൻ മനുഷ്യന്റെ മൂക്കിൽ ശ്വാസമായിട്ട് ഊതി മനുഷ്യൻ അപ്പോ ജീവൻ പ്രാപ്തി ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ഒന്നാം മനുഷ്യനെ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിട്ടൊന്നും അല്ല ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. ആദാം ഒരു മെച്യൂറായിട്ടുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കാഴ്ചയ്ക്ക് ഒരു പുരുഷരൂപം തന്നെയായിരുന്നു ആദാം. പക്ഷെ അവര് സ്ത്രീയും പുരുഷനുമായിരുന്നു. ഈ ആദാമിൽ തന്നെ ഈ സ്ത്രീ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഉള്ള സത്യങ്ങൾ മുന്നോട്ട് വായിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പൂർണ്ണ മനുഷ്യരൂപമായിരുന്നു ആദാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ മുന്നോട്ട് ഇപ്പൊ അടുത്ത വാക്യത്തിൽ കാണുന്നത്, ഈ താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഒരു തോട്ടത്തിൽ കൊണ്ട് ദൈവമാക്കുന്നുണ്ട്. കേവലം ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ ഒരിക്കലും ആ സൃഷ്ടാവ് ആ കുഞ്ഞിനെ ആ തോട്ടത്തിൽ കൊണ്ടാക്കത്തില്ല. തോട്ടത്തിലാക്കിയെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പൂർണ്ണമായ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത്, ദൈവം ഈ ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകൾ നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പോ ഈ സ്വർഗത്തിൽ നിന്നുള്ളവനും ഭൂമിയിൽ നിന്നുള്ളവനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് താൻ ഇങ്ങനെ പറയുന്നുണ്ടായി. ഒന്നാമത്തെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ഒടുക്കത്തെ മനുഷ്യൻ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇവിടെ ഒന്നാമത്തെ ആദാം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആദാമാണ്. എന്നാൽ ഒടുക്കത്തെ ആദാം എന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒടുക്കത്തെ ആദാം എന്ന് ദൈവത്തിന് വരുത്താൻ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇവിടെ നമ്മൾ വായിക്കുന്ന യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എന്നിട്ടും എഴുതിയിരിക്കുന്ന മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംവിധാനക്രമം, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സംവിധാനക്രമമാണ് ദേഹി എന്നുള്ളത്. ഈ ദേഹി എന്നുള്ളത്, ഈ ദേഹിക്ക് ദേഹത്തിന്റെ ഉള്ളിൽ നിലനിൽക്കാൻ ഒരു അവസ്ഥാവിശേഷമുണ്ട്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന പോലെ തന്നെ ദേഹി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഈ ദേഹിയും മനുഷ്യന്റെ ഉള്ളിലുള്ള ദേഹിയും മനുഷ്യന്റെ ഉള്ളിലുള്ള മനുഷ്യന്റെ ആത്മാവും, ദൈവത്തിന്റെ ആത്മാവാകുന്ന ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യന്റെ ആത്മാവ്, ഈ ആത്മാവും ദേഹിയും ഒരുമിച്ചാണ് ഈ മനുഷ്യന്റെ ശരീരത്തെ വിട്ടുപോകുന്നത്. അതിൻ്റെ നമുക്ക് ഗ്രഹിക്കത്തക്ക രീതിയിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് സമാഗമന കൂടാരം എന്നുള്ളത്. ഈ സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് അടിച്ചതിന് ശേഷം അത് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ പ്രാകാരമാകുന്ന മണ്ണ് അവിടെ കിടക്കും. എന്നാൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കൂടെ ആണ് പൊളിച്ച് എല്ലാം ക്രമമായിട്ട് അടുക്കി അത് കൊണ്ടുപോകുന്നത്. ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയും ആത്മാവുമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും എന്ന് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഒരു ഭാഗത്ത് നേരെ തിരിച്ചെഴുതി, നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും. അപ്പോൾ മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. മനുഷ്യൻ മരിക്കുമ്പോൾ ഈ ദേഹം ഈ മണ്ണിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഈ മണ്ണിൽ തന്നെ ഇട്ടിട്ട് അവശേഷിപ്പിച്ചിട്ട് ഈ ദേഹിയും ആത്മാവും ഈ ശരീരത്തെ, ഈ മണ്ണിനെ വിട്ടു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഇച്ഛകൾ, മനുഷ്യന്റെ ചിന്താശക്തി, മനുഷ്യന്റെ വികാരങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനക്രമമാണ് ദേഹി എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നത് കൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ കാര്യങ്ങളെ വിവേചിക്കാനുള്ള ഒരു സ്വതന്ത്രമായ ഇച്ഛാശക്തി മനുഷ്യനുണ്ട്. ഇവിടെ നമ്മൾ മുന്നോട്ട് കാണുന്നത്, മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിയത്തക്ക വിധത്തിലായി തീർന്നു.
അപ്പൊ നമ്മള് നന്മതിന്മകളെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു ആണ് എന്ന് തെറ്റാണ്, ശരിയല്ല എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാൻ സാധ്യതയില്ല. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവവും ഈ നന്മ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ മനുഷ്യൻ ഈ നന്മ വിവേചിച്ചിട്ട് ഈ നന്മ മാത്രം ചെയ്യാനുള്ള താല്പര്യത്തോടെ വരുന്നാൽ എന്താണ് തെറ്റ്? അവിടെയുള്ള അപകടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ നന്മയും തിന്മയും എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ നന്മയും തിന്മയും തീരുമാനിക്കുന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ നന്മയോ ആണോ തിന്മയാണോ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അല്ലാതെ ദൈവത്തിന് അതിന് അവസരമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ തീരുമാനം എൻ്റെ തത്വപ്രകാരം എൻ്റെ താല്പര്യപ്രകാരം ഒരുപക്ഷെ നന്മയെന്ന് എനിക്ക് തോന്നാം, അല്ലെ തിന്മയെന്ന് തോന്നാം. എന്നാൽ നന്മയെന്ന് തോന്നുന്നത് നന്മ ആയിക്കോണമെന്നില്ല ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. ഇവിടെ എഴുതിയിരിക്കുന്നു മനുഷ്യൻ അനന്തരം മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇപ്പൊ ദേഹി എന്ന് പറയുന്നത് നമ്മുടെ സ്വയമായ ഇച്ഛാശക്തിയാണ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതാണ് ദേഹി എന്ന് പറയുന്നത്. ഈ ദേഹിയിലാണ് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എന്താ പറയുന്നത്, ദുഃഖവും സന്തോഷവും തെരഞ്ഞെടുപ്പുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു സംവിധാന ക്രമമാണ് ദേഹി എന്ന് പറയുന്നത്. ഇനി അടുത്ത 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. നമ്മുടെ ഈ ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 2ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ്, ആൻഡ് ദ ലോർഡ് ഗോഡ് പ്ലാന്റഡ് എ ഗാർഡൻ ടുവർഡ് ദ ഈസ്റ്റ് ഇൻ ഏദൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ തോട്ടം ഉണ്ടാക്കി എന്നാണ് നമ്മുടെ മലയാളത്തിൽ കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് ഈ പ്ലാന്റഡ് എ ഗാർഡൻ എന്നാണ്. യഹോവയായ ദൈവം ഏദനിൽ മുഴുവൻ എന്നല്ല, ഏദനിൽ കിഴക്ക് ഭാഗത്ത്, ഏദൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്, ആ സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഈ പ്ലാന്റഡ് എ ഗാർഡൻ. പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നതും ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കൈ കൊണ്ട് കുഴിച്ചു വെക്കുന്നതിന്, നട്ടുണ്ടാക്കുന്നതിന്. ഈ പ്ലാന്റഡ് എ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു തോട്ടം നട്ടുണ്ടാക്കി. ഈ പ്ലാന്റഡ് എ ഗാർഡൻ, യഹോവയായ ദൈവം ഏദന്റെ കിഴക്ക് വശത്ത് ഒരു ഗാർഡൻ, ഒരു തോട്ടം, ഈ പ്ലാന്റഡ് അവൻ നട്ടുണ്ടാക്കി, ഒരു തോട്ടം നട്ടുണ്ടാക്കിയതിന് ശേഷം താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഈ ഏദൻ തോട്ടം നമ്മൾ പറയുമ്പോൾ ഈ ഏദൻ എന്ന് പറയുന്ന മുഴുവൻ തോട്ടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഏദന്റെ കിഴക്ക് വശത്ത് ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. എന്നിട്ട് നമ്മൾ അതിന്റെ അടുത്ത വാക്യം വായിക്കുന്നത്, മനുഷ്യനെ അവിടെ ആക്കി കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും, തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. വളരെ മനുഷ്യന് ഉപകരിക്കുന്ന, മനുഷ്യന്റെ ഭക്ഷണമായി തീരാനുള്ള ഓരോ വൃക്ഷങ്ങളും ഈ യഹോവയായ ദൈവം ഈ മനുഷ്യനെ ആക്കിയ ആ തോട്ടത്തിൽ നിന്ന് മുളച്ചു വരാൻ തോട്ടത്തിൽ നിന്ന് ദൈവം മുളപ്പിച്ചു. അത് പ്ലാന്റഡ് എന്ന് പറയുന്നില്ല, മുളപ്പിച്ചു എന്നാണ് പറയുന്നത്. മറ്റേ പറയുന്നത് ഈ പ്ലാന്റഡ് ഗാർഡൻ, ഏതൊക്കെയോ കുറെ വൃക്ഷങ്ങൾ നട്ടുണ്ടാക്കി, ദൈവം കൈകൊണ്ട് നട്ടുണ്ടാക്കി കുറെ വൃക്ഷങ്ങൾ. പക്ഷെ അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറെ വൃക്ഷങ്ങളെ നിലത്ത് നിന്ന് ദൈവം മുളപ്പിച്ചു. ഈ ഏദനിലെ വൃക്ഷങ്ങള്, ഇന്ന് ഏദനിലുള്ള വൃക്ഷങ്ങളൊന്നും നമ്മുടെ ഈ ലോകത്തിൽ കാണുന്നില്ല. ഏദനിലെ വൃക്ഷങ്ങള് ഭൂമിയുടെ അധോഭാഗത്ത് വിലയം പ്രാപിച്ചു എന്ന് യെശയ്യാപ്രവചനം നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ യേശയ്യാ പ്രവചനത്തിലും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി പോയി എന്ന് നമ്മൾ യേശയ്യാ പ്രവചനത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ആ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന, ഏദനിൽ കിഴക്കുണ്ടായിരുന്ന ഒരു വൃക്ഷം പോലും ഇന്ന് ഭൂമിയിൽ കാണുന്നില്ല എന്ന് ആ 2 പ്രവചന ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. അത് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് നമ്മളവിടെ കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ തോട്ടത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
10-ാം വാക്യത്തിലാണ് പറയുന്നത്, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞത്, ഭൂമിയിൽ ദൈവം മഴ പെയ്ച്ചിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് ഈ ഭൂമി മുഴുവൻ നനഞ്ഞിരുന്നത്. എന്നാൽ ഈ ഏദനിലുള്ള ദൈവം ഉണ്ടാക്കിയ ഈ തോട്ടം നനഞ്ഞിരുന്നത് ഭൂമിയിലുള്ള മഞ്ഞ് കൊണ്ടല്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയല്ല ഏദനിൽ ദൈവം ഉണ്ടാക്കിയ തോട്ടം നനഞ്ഞിരുന്നത്. അത് അങ്ങനെ നനയാൻ പാടില്ല എന്ന്, അങ്ങനല്ല നനയേണ്ടതെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ദൈവം ചെയ്ത കാര്യം, ദൈവം ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഒരു നദിയെ പുറപ്പെടുവിച്ചു. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെടുവിച്ചിട്ട് ഏദനിൽ നിന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് 4 ശാഖകളായി പിരിഞ്ഞു. ഒരു നദിയാണ്, പക്ഷെ 4 ബ്രാഞ്ചസ്, 4 ശാഖകളായിട്ട് പിരിയുന്നുണ്ട്. നമ്മുടെ ഇന്ന് ലോകത്തിൽ കാണുന്നതിന് നേരെ വിപരീതമാണ് ഈ കാര്യം. ഇന്ന് ലോകത്തിൽ കാണുന്ന ഇപ്പൊ പമ്പാ നദി, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അച്ചൻകോവിലാറ്, അല്ല മീനച്ചിലാറ്, ഏതെങ്കിലും ആറ്, അല്ലെ നമ്മുടെ കോഴിക്കോടുള്ള വലിയ തടിഡിപ്പോ ഒക്കെ ഉണ്ടായിരിക്കുന്ന കോഴിക്കോട്ടെ വലിയ ഒരു നദിയുണ്ട്, പുഴയുണ്ട്. ഈ പുഴയൊക്കെ ചെറിയ പുഴകൾ ഒന്നായിട്ട് ചേർന്ന് അവസാനം ചെന്ന് വലിയൊരു പുഴയായിട്ട് തീരുന്നതാണ് ഈ നമ്മൾ ഈ പറഞ്ഞ പുഴകളൊക്കെ. എന്നാൽ ഇവിടെ കാണുന്നത് നേരെ തലകുത്തനെ, നേരെ തിരിഞ്ഞ അത് ഒരു നദി പുറപ്പെട്ടിട്ട് ഇത് ബ്രാഞ്ചസ് ആയിട്ട്, ശാഖകളായിട്ട് ഒഴുകുക. ലോകത്തിലുള്ള നദികളൊക്കെ ശാഖകളായിട്ട് ഒഴുകിയിട്ട് ഒരു നദിയായിട്ട് ചേരുക. ഇതങ്ങനല്ല. ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടിട്ട് 4 ശാഖകളായിട്ട് പിരിയുക. 4 ശാഖകളായിട്ട് പിരിഞ്ഞിട്ട് അതിന്റെ ഉദ്ദേശം എന്താണ്? ആ 4 ശാഖകളായിട്ട് പിരിയുന്ന ഈ നദി ഏതിൽ നിന്ന് തന്നെ ദൈവം പുറപ്പെടുവിച്ചു. അപ്പൊ ഏതിൽ ദൈവം നട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വൃക്ഷം പോലും നനയേണ്ടത് ഭൂമിയിലെ മഞ്ഞ് കൊണ്ടല്ല, നേരെ മറിച്ച് ദൈവം കൽപ്പിച്ച് ഉണ്ടാക്കിയ ഏതിൽ നിന്ന് പുറപ്പെട്ട ആ നദിയിലെ വെള്ളം കുടിച്ചിട്ടാണ് ആ നദിയിലെ പോഷകങ്ങൾ കൊണ്ടാണ് ഈ ഏതിലെ വൃക്ഷങ്ങൾ വളരേണ്ടത്, അത് ഫലപുഷ്ടമുള്ളതായി തീരേണ്ടത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട്, ദൈവത്തിന് താല്പര്യം അതായിരിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിലുള്ള യാതൊരു നന്മ കൊണ്ടും ഭൂമിയിലുള്ള മഞ്ഞ് കൊണ്ടല്ല ദൈവം നട്ടുണ്ടാക്കിയ തോട്ടത്തിലെ വൃക്ഷങ്ങൾ വളരേണ്ടത്. അപ്പൊ ദൈവം തോട്ടം നട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ തോട്ടം എന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. താൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. അപ്പൊ ഇന്ന് ദൈവത്തിന്റെ തോട്ടം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ തോട്ടമായിരിക്കും, ദൈവത്തിന്റെ കൃഷി ആയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവത്തിന്റെ തോട്ടം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ തോട്ടം, അന്ന് ദൈവം അക്ഷരീയമായ തോട്ടം നട്ടുണ്ടാക്കിയായിരുന്നു. അവിടെ ഒരു നദി പുറപ്പെട്ടു, 4 ശാഖകളായിട്ട് ഒഴുകുകയായിരുന്നു. ഇന്ന് പക്ഷെങ്കിൽ ദൈവത്തിന്റെ തോട്ടം എന്ന് പറയുന്നത് കേവലം വൃക്ഷങ്ങളല്ല, മരങ്ങളല്ല, നേരെ മറിച്ച് യേശു ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ തോട്ടം അതാണെങ്കിൽ ആ തോട്ടം നനയേണ്ടത്, ആ തോട്ടം ഫലപ്രദമായി ഫലം കായ്ക്കത്തക്ക രീതിയിൽ അതിന് ആവശ്യമുള്ള പോഷകാംശമൊക്കെ കിട്ടേണ്ടത് ഭൂമിയിലെ മഞ്ഞ് കൊണ്ടല്ല, നേരെ മറിച്ച് ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ ഒരു നദിയുണ്ട്. ആ നദി 4 ശാഖകളായിട്ട് ഒഴുകുന്നുണ്ട്. ആ 4 ശാഖകളാണ് ഈ തോട്ടത്തെ നനയ്ക്കേണ്ടത്. അങ്ങനെ നനയ്ക്കപ്പെടുന്ന തോട്ടമായിരിക്കണം ദൈവത്തിന്റെ തോട്ടം എന്ന് ദൈവത്തിന് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. അത് 4 ശാഖകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഏതിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേത് പീശോൻ എന്ന പേര്. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലവും ഗോമേതവും ഉണ്ട്. 2-ാം നദിക്ക് 13-ാമത്തെ വാക്യമാണ്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന പേർ. അത് കൂശ് ദേശം ഒക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഇദ്ദേക്കൽ എന്ന പേർ. അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ഈ യഹോവയായ ദൈവം
മനുഷ്യനെ വിളിച്ചതല്ല, മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകായിരുന്നു. നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളുടെ അല്ലെ എൻ്റെ മോൻ്റെ അല്ലെ എൻ്റെ മോളെ അല്ലെ ആരുടെയെങ്കിലും അല്ലെ നമ്മുടെ തന്നെ വിവാഹത്തിൽ നമ്മൾ ക്ഷണിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അത് കൂട്ടിക്കൊണ്ടുവരുന്നവര് ചുരുക്കമായിരിക്കും. എന്നാൽ ഇവിടെ ദൈവം ചെയ്തത് അങ്ങനെ ഒരു ക്ഷണമല്ല, അങ്ങനെ ഒരു വിളിയല്ല. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവയായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകായിരുന്നു, ആ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ, ദൈവമക്കളായി തീർന്ന നാം ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ ഈ ഒരു സത്യം നമുക്ക് കാണാൻ കഴിയും. ഒരു വിധത്തിലും ഈ ദൈവഭാഗത്ത് വരാൻ യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്ന എന്നെയും നമ്മളെ ഓരോരുത്തരെയും ദൈവം അതത് സമയത്ത് നിനക്ക് അങ്ങനെ ഒരു കൂട്ടിക്കൊണ്ടുവരലായിരുന്നു. തോളത്ത് കൈയിട്ട് വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ആദാമിനെ ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം കൂട്ടിക്കൊണ്ടുപോയി ആദാമിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പോൾ ഈ കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യന്റെ 2 ഡ്യൂട്ടികൾ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ആ തോട്ടത്തിൽ വേല ചെയ്യണം. രണ്ടാമത്, ആ തോട്ടത്തെ സൂക്ഷിക്കണം. അപ്പൊ ആ തോട്ടത്തെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല ആദാമിനെ ആ തോട്ടം ഏൽപ്പിച്ചത്. ദൈവത്തിന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ മനുഷ്യന്റെ യാതൊരു സഹായവും ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ആവശ്യവുമില്ല. പക്ഷേ മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ചില ഡ്യൂട്ടികളുണ്ട്, ചില കർത്തവ്യങ്ങളുണ്ട്. അത് ഈ ലോകത്തിൽ ഉള്ള എല്ലാ മനുഷ്യർക്കും ദൈവം ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട്. വിശേഷിച്ച് ഈ തോട്ടത്തിൽ ഉള്ള വ്യക്തികൾക്ക്, ഞാൻ പറഞ്ഞില്ല, തോട്ടം എന്ന് പറയുന്നത് ദൈവസഭയാണ് ഇന്ന്. അപ്പൊ അവിടെ ഉള്ള എല്ലാവർക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദൈവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഒരു കൂട്ടായ്മയിൽ, ഒരു ദൈവസഭയിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു മനുഷ്യൻ പോലും, ഒരു വ്യക്തി പോലും അവിടെ ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിൽ യാതൊരു ആവശ്യമില്ലാത്ത ഏതോ ഒരു അവയവമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. എന്നാൽ മനുഷ്യന്റെ ശരീരം നമ്മൾ വിലയിരുത്തിയാൽ, മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ യാതൊരു ആവശ്യമില്ലാത്ത ഒരു അവയവം പോലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ലാത്തതുപോലെ യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്ത, യാതൊരു ആ കൂട്ടായ്മയിൽ, ആ സഭയിൽ യാതൊരു കടമകളും നിർവഹിക്കാനില്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. ദൈവം കൂട്ടിക്കൊണ്ടുപോയ എല്ലാവർക്കും ദൈവം ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം, ഒന്നാമത് ആ തോട്ടത്തെ സൂക്ഷിക്കണം, രണ്ടാമത് അതിൽ വേല ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു വേല ചെയ്യാൻ, ഏതെങ്കിലും ഒരു ജോലി ഇല്ലാത്ത ഒരു അവയവം പോലും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തതുപോലെ ദൈവത്തിന്റെ തോട്ടമായ ദൈവസഭയിൽ യാതൊരു ജോലിയും ഇല്ലാത്ത, യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്ന് മാത്രമല്ല, അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ മനുഷ്യന് തന്നെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ തോട്ടത്തെ സൂക്ഷിക്കുക, തോട്ടത്തിൽ വേല ചെയ്യുക, ഈ കാര്യമാണ് ആദ്യമായിട്ട് ഈ ഒന്നാം മനുഷ്യനോട് ദൈവം പറയുന്നത്. പിന്നത്തെ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതാണ്, പിന്നത്തത് കൽപ്പനയാണ്. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോ എല്ലാ വൃക്ഷത്തിന്റെ ഫലവും തിന്നാം. മനുഷ്യൻ യഥാർത്ഥം ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ താല്പര്യം, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചിരുന്നത് മനുഷ്യൻ ജീവിക്കേണ്ടത് ഒരു സസ്യബുക്കായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ മത്സ്യമാംസങ്ങൾ കഴിച്ച് ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിച്ചിരുന്നത്, ദൈവം താല്പര്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ അതാണ് കാണുന്നത്. ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നത് ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ തിന്നാം.
മനുഷ്യന് വൃക്ഷത്തിന്റെ ഫലം തിന്നാം, എന്നാൽ മൃഗങ്ങൾക്ക് വൃക്ഷത്തിന്റെ ഇല, അതിന് പച്ച സസ്യമൊക്കെയും ആഹാരമായി കൊടുത്തിരിക്കുന്നത് നമ്മളിതൊരു ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മനുഷ്യന് ദൈവം കൊടുത്തത് ഈ വൃക്ഷത്തിന്റെ ഫലങ്ങളായിരുന്നു, ഫലമാണ് ഭക്ഷിക്കേണ്ടത്. മൃഗങ്ങൾക്ക്, മറ്റ് ജീവജന്തുക്കൾ കൊടുത്തിരിക്കുന്നത് പച്ച സസ്യമാണ്, പച്ച ഇലകളാണ് ആഹാരമായി കൊടുത്തിരുന്നത്. ആ കാലത്ത് സിംഹവും തിന്നിരുന്നത് പച്ച സസ്യമാണ്. സിംഹമൊക്കെ ഇങ്ങനെ ആടിനെയും വയലിനെയും ഒക്കെ പിടിച്ച് തിന്നാൻ തുടങ്ങിയത് ആ കാലത്തല്ല, അതിനൊക്കെ ശേഷമാണ്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യനും മാംസമുക്കായി തീർന്നത്, അല്ലെ മാംസം ഭക്ഷിക്കാൻ തുടങ്ങിയത് ജലപ്രായത്തിന് ശേഷമാണെന്ന് ഉൽപ്പത്തി പുസ്തകം മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. മനുഷ്യൻ സസ്യബുക്കായിട്ട് ആയിരുന്നു ദൈവം അവനോട് പറഞ്ഞിരുന്നത്, നിനക്ക് ഈ വൃക്ഷത്തിന്റെ ഫലങ്ങളെല്ലാം നിനക്ക് തിന്നാം. സസ്യബുക്ക് എന്നുള്ള നിലയിലായിരുന്നു മനുഷ്യനെ ദൈവം ആ തോട്ടത്തിൽ കൊണ്ടാക്കിയിരുന്നത്. വൃക്ഷത്തിന്റെ എല്ലാ വൃക്ഷത്തിന്റെ ഫലവും തിന്നാം, ഇഷ്ടം പോലെ തിന്നാം, പരിധികളും ലിമിറ്റൊന്നും വെച്ചിരുന്നില്ല, ഇഷ്ടം പോലെ തിന്നാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം വെച്ചു, ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചിരിക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നാൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു. എല്ലാ സമയത്തും ദൈവം മുന്നറിയിപ്പുകളെ കൊടുക്കാണ്ട് മനുഷ്യർക്ക് ദൈവം മുന്നറിയിപ്പുകളെ കൊടുത്തതിന് ശേഷമാണ് ദൈവം അതിന്റെ അനന്തരഫലം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം മുന്നറിയിപ്പുകളെ കൊടുത്തിട്ടുണ്ട്, എല്ലാ സമയത്തും മുന്നറിയിപ്പുകളെ ദൈവം കൊടുക്കുന്നുമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അത് തിന്നരുത്. എന്തുകൊണ്ട് തിന്നരുത് എന്നും പറഞ്ഞു, തിന്നാൽ നീ മരിക്കും. അപ്പോ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. നന്മയും തിന്മയും അറിയുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞത്, പ്രത്യക്ഷത്തിൽ നല്ല കാര്യമാണ് നമുക്ക് തോന്നിയാലും ഈ നന്മയുടെയും തിന്മയുടെയും ഉറവിടം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് മനുഷ്യന്റെ നന്മയും മനുഷ്യന്റെ തിന്മയുമാണ് നന്മ തിന്മ എന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യപ്രകാരമുള്ള നന്മയാണ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പൊ എന്നാൽ അത് ദൈവത്തിന്റെ താല്പര്യത്തിൽ, ദൈവത്തിന്റെ കാഴ്ചയ്ക്ക്, ദൈവത്തിന്റെ ഹൃദയത്തിന് നന്മയായിട്ട് തോന്നുന്ന കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല, അന്വേഷിക്കാറില്ല. അപ്പൊ ഈ നന്മയായാൽ അത് അതിന്റെ ഉത്ഭവം, അതിന്റെ ഉറവിടം ദൈവത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കാത്തത് ഒന്നും നന്മയെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഈ നന്മ എന്ന് പറയുന്നത് മനുഷ്യനിൽ തന്നെ ഉത്ഭവിക്കുന്നതായതുകൊണ്ട് ആണ് ആ നന്മയെന്ന് മനുഷ്യൻ തോന്നുന്നത് പോലും നന്മയല്ലാതായി തീരുന്നതിന് കാരണം അതിന്റെ ഉത്ഭവം, ഉറവിടം മനുഷ്യൻ തന്നെ ആയതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ നന്മ, അതിന്റെ 18ാമത്തെ വാക്യം വായിക്കുന്നു, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. ആദാമിനെ കുറിച്ച് വായിക്കും. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ആദാമിനെ കുറിച്ചാണ്. ആദാം ഒരിക്കലും സൃഷ്ടാവായ ദൈവത്തോട് പറഞ്ഞില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് തുണ വേണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. എന്നാൽ സൃഷ്ടാവായ ദൈവം താൻ തന്നെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പലപ്പോഴും പ്രിയ സഹോദരന്മാരെ, നമ്മൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സൃഷ്ടാവായ ദൈവം അത് അറിഞ്ഞിരിക്കുന്നു. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ അറിയുന്നതിന് മുൻപ് തന്നെ, നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് വേണ്ടി എല്ലാം മുന്നൊരുക്കിയിരിക്കുന്ന ഒരു സൃഷ്ടാവായ ദൈവമാണ് നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ചിരിക്കുന്നത്. ശരി, നമുക്ക് ഇതിനടുത്ത ദൈവം അനുവദിക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി.